നമുക്കിന്ന് കണവ നിറച്ചതുണ്ടാക്കാം. അതിനായി കണവ കഴുകി വൃത്തിയാക്കി വയ്ക്കുക. ഇതിനു വേണ്ടി അരിഞ്ഞ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചെടുക്കുക. ഒരു പാൻ അടുപ്പത്ത് ചൂടാകാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് നെയ്യ് ഒഴിക്കുക. ചൂടായ നെയ്യിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് നന്നായി വഴറ്റുക. വഴണ്ടതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർക്കുക. പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ ചേർക്കാം. അതിനായി മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക. മസാലയെല്ലാം നന്നായി മൂത്തതിന് ശേഷം കണവയുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി പാർട്സുകൾ ചേർത്ത് നന്നായി വേവിക്കുക. കണവ പാർട്സ് നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് ചിരകിയ തേങ്ങ, 2 ഏലക്ക, 1 പീസ് പട്ട, ഗ്രാമ്പു, പെരിഞ്ജീരകം എന്ന് ചേർത്ത് നന്നായി അരച്ച് ഇതിലേക്ക് ചേർക്കുക. മസാലയും തേങ്ങയെല്ലാം നന്നായി ഇളക്കി വേവിച്ച് മസാല റെഡിയാക്കി എടുക്കാം. റെഡിയായ മസാല എടുത്തു വെച്ചിരിക്കുന്ന കണവയിൽ നിറച്ച് അറ്റം ഈർക്കൽ കൊണ്ടോ കമ്പ് കൊണ്ടോ കൊരുത്ത് യോജിപ്പിക്കുക. എന്നിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. ആവിയിൽ വേവിച്ചെടുത്ത കണവ വറുത്തെടുക്കാനായി ഒരു മസാല റെഡിയാക്കാം. അതിനായി ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ വെള്ളം ചേർത്ത് നന്നായി കുഴച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന കണവ ഇതിൽ ഡിപ്പ് ചെയ്ത് തിളച്ച എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. ഇതാ നമ്മുടെ കണവ നിറച്ചത് റെഡിയായിട്ടുണ്ട്.